മൂന്നാമത്തെ കാര്യം നശാത്തുൽ ഇബാദ, ഇബാദത്തുകൾക്കൊരു ഉത്സാഹം. ചില ആളൊക്കെ നിസ്കരിക്കും, പക്ഷെ വലിയ ഉന്മേഷം ഉണ്ടാവില്ല. ശരിക്കാൻ അങ്ങനെ കോട്ടാവിയിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി അല്ലേ, നിസ്കരിക്കാൻ എണീക്കാൻ തന്നെ വേണ്ടി സുബൈക്കൊന്ന് എണീറ്റ ആദ്യം അവിടെ ഇങ്ങനെ ഉത്തരിക്കും, പിന്നെ നിങ്ങൾ വിചാരിക്കും ഉത്തരിക്കും, പിന്നെ ബാത്റൂമിൽ പോയി എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ജമാഅത്തിൽ പോയി കിട്ടും. ഒന്ന് വേഗം എണീറ്റ് പാടക്കുന്ന മറിച്ച് AC ഓഫാക്കി ലൈറ്റ് ഇട്ട് പെട്ടെന്ന് വാതിൽ തുറന്ന് ബ്രഷ് എടുത്ത് പല്ല് തേച്ച് അങ്ങനെ ഒരു ഉന്മേഷം അത് കാട്ടില്ല. എണീറ്റ് നിങ്ങൾക്കും പിന്നെ അവിടെ കിട്ടിയാകും. എന്തായാലും സമയല്ലേ പോണത്, 20 മിനിറ്റ് കൊണ്ട് ഇവിടെ കാമത്ത് കൊടുക്കും, അവരവിടെ എത്തണ്ടേ. അപ്പൊ അത് ഒരു ഉന്മേഷം വേണം, വിവാദത്തുകൾക്കൊരു നശാത്ത്, ഒരു ഉത്സാഹം വേണം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അന്ന് ഖുശൂഅത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ഓതിയ ആയത്താണ് സൂറത്തുൽ ബഖറ. എന്താ അർത്ഥം? നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കണം. വഇന്നഹാ ലകബീറത്തുൻ, അത് വലിയ ഭാരമേറിയതാണ്. ആർക്കൊഴികെ? ഇല്ലാ അലൽ ഖാശിഈൻ, ഖാശിഈങ്ങൾ അല്ലാത്തവർക്ക്, ഖുശൂ ഇല്ലാത്തവർക്ക് നിസ്കാരം വലിയ ഭാരമാണ്. എന്താണ് ഇസ്ലാം? നമ്മൾ കിടന്നു തന്നെ 12:30, ഇവിടെ 4 മണി, ഇപ്പൊ എണീക്കണം, 6-7 മണിയായിട്ട് വാങ്ങൂ തന്നെ സൂര്യ ഉദിക്കുള്ളൂ. മനുഷ്യൻ എണീക്കുക, അപ്പൊ തന്നെ നിസ്കാരം തന്നെ അല്ലേ. മുക്കറിനോട് ദേഷ്യം, പള്ളിനോട് ദേഷ്യം, ഇമാമിനോട് ദേഷ്യം, നാട്ടുകാരോട് ദേഷ്യം. എന്തൊരു കഷ്ട! ഇതാർക്കും വേണ്ടിയത്? ചിലർക്ക് വിചാരിച്ചു ഞാനൊക്കെ സുബഹിക്കരിച്ചിട്ട് അപ്പൊ അല്ലങ്ങനെ നിലനിന്ന് പോണേ. നമ്മക്ക് വേണ്ടി നിസ്കരിക്കണേ, മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി. നിങ്ങൾ ആരും സുബഹിക്കരിച്ചാൽ അള്ളാഹ്ക്ക് ഒരു കുറവും വരില്ല. നിങ്ങൾ എല്ലാവരും കൂടി വലിയ മുത്തക്കയായാലും അള്ളാഹ്ക്കൊന്നും അത് അവന്റെ മുൽക്കിലൊന്നും വർദ്ധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഖുശൂഉള്ള ആളുകൾ ആരാണ്? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആർക്ക് ചിന്തിക്കുന്നവരാണവർ. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവർ അവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് ആലോചിക്കുന്നതാണ്. അപ്പോഴാ ഖുശൂ ഉണ്ടാവുള്ളൂ. ആ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഭക്തി വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അഹമ്മഹു ശൈഉൻ അആദ ഇല സ്വലാത്ത്, വല്ല കാര്യവും നബിയെ മനസ്സിന് വിഷമിപ്പിച്ചാൽ അപ്പ നബി നിസ്കാരത്തിൽ അഭയം തേടും. മനോവിഷമം ഉണ്ടായാൽ എന്താ ചെയ്യാ? വേഗം ഒതുർത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളോ എന്ത് നിസ്കരിക്കാണ്? മനസ്സിന് സുഖമല്ല, നിസ്കരിക്കാൻ മനസ്സിന് പല ചിന്തയാ. അവൻ നിസ്കരിക്കാൻ വന്നില്ല, ലോറിനും പോയിട്ടില്ല, അതൊന്നും ഇല്ല, ഇങ്ങനെ കുത്തിരിക്ക പൊതയിട്ട് ഇങ്ങനെ കുറെ മ്യൂസിക് കേട്ട് നോക്കും, കുറെ സിനിമ കണ്ടു നോക്കും, ഇതൊക്കെ സീർത്ത് വരെ വലിച്ചു നോക്കും. എന്തിന്? ടെൻഷൻ പോലെ. ഹമ്മുണ്ടായ റസൂൽ ഇതെന്താ? നിസ്കാരത്തിൽ അഭയം തേടും. നേരെ ഒന്നുകൊടുത്തിട്ട് ചിലരൊക്കെ ഞാൻ പറ്റുമെങ്കിൽ പള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് കയ്യെത്തി പ്രാർത്ഥിച്ചാൽ അവന്റെ മനസ്സിന് ഒരു ഭാരക്കുറവുണ്ടാവും. ഇതൊക്കെ പാട് രത്താണിയിൽ ഇറക്കി വെച്ചൊരു അനുഭവം ഉണ്ടാവും. യാ ബിലാൽ അഖ്നി സ്വലാത്ത് അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്കൊരു റാഹത്ത് കൊണ്ടാണ്. മനസ്സിലായി? അപ്പൊ നിസ്കാരം കൊണ്ട് ലഭിച്ചു കിട്ടിയത് റാഹത്താണ്. മനസ്സിന് ഭാരക്കുറവാണ് കിട്ടിയത്, സന്തോഷം കിട്ടിയത്. നമ്മക്കോ നിസ്കാരം കൊണ്ട് വലിയ വിഷമം, ഭാരം കൂടുതലാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് റാഹത്ത് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമല്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, മരണത്തെ മറന്ന ആളുകൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 3 സ്വഭാവം ഉണ്ടാവും. തഅ്ജീൽ തൗബയാണ്, തൗബ വേഗാക്കും, മരണത്തെ ഓർക്കണം. മരണത്തെ മറന്നവനോ തൗബ നീട്ടി വെക്കും. ആകാലോ ഇപ്പൊ തന്നെ തൗബ ചെയ്യേണ്ടതൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ കഫ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ അയാൾ ഉപേക്ഷിക്കും. എപ്പോഴും അയാൾക്ക് എന്തായിരിക്കും? പരാതിയായിരിക്കും. അതുപോലെ തന്നെ തകാസുൽ ഫിൽ ഇബാദ, ഇബാദത്തിൽ അയാൾക്ക് അങ്ങേയറ്റത്തെ അലസതയായിരിക്കും, മടിയായിരിക്കും. മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞില്ലേ? അസ്തറു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഏതാ? സ്വലാത്തുൽ ഇശയും സ്വലാത്തുൽ ഫജ്ർ. ജമാഅത്തിൽ അവർ അധികം കുറയും. അത് വീട് അടക്കാൻ നേരത്തെ ഇങ്ങനെ തട്ടിമുട്ടി അത് പോയില്ല. സുബയോ അത് എണ്ണീറ്റങ്ങ് എത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നും മുതൽക്ക് 3 ദിവസം ഉണ്ടാവുള്ളൂ. അത് മുനാഫിഖിന്റെ സ്വഭാവ. ഇശാവും സുബഹിയും ഏറ്റവും ഭാരമുള്ളതായിരിക്കാം. അപ്പൊ നമുക്ക് ഭാരം തോന്നിയ അതിന്റെ അർത്ഥം എന്താ? കുറച്ച് നിഫാഖ് നമുക്കിങ്ങനെ വരുന്നുണ്ട് അർത്ഥം. ലൗ യഅലമൂന മാ ഫീഹിമാ
അത് രണ്ടിലുമുള്ള പുണ്യം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലുള്ള പുണ്യം അവരറിഞ്ഞിരുന്നെങ്കിൽ മുട്ടുകാലിൽ അരിഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യായിട്ട് മുട്ടൂത്തിൽ അരിഞ്ഞുകൊണ്ടെങ്കിലും ഒരു പള്ളിയിൽ വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മാത്രമല്ല മുനാഫിക്കുകളെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. അപ്പൊ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരും മലസന്മാരുമായി കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കും. യുറാഊന നാസ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അള്ളാഹുവിനെ കുറച്ച് മാത്രമേ അവർ ഓർക്കുള്ളൂ. നിസ്കാരത്തിന് ജീവൻ എന്താ? സിക്റുള്ളതാണ്, അത് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ആകും, നമ്മളും ആയിപ്പോകും. നമ്മൾ അതിനെപ്പറ്റി പേടിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 മണിക്ക് മുമ്പായിട്ട് നമ്മളെ അസറിനോട് അനുബന്ധിച്ച് നമുക്കവിടെ കമ്മിറ്റി ഉണ്ട്, അതിനെത്തേണ്ടതുണ്ട്. നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞാൽ വരുന്നത്. ഇനി അല്പനേരം ആളുകൾക്ക് വിശ്രമിക്കേണ്ടതുണ്ടാകും. വെള്ളിയാഴ്ചയാണ്. ഏതായിരുന്നാലും കൂടുതൽ കേൾക്കുക എന്നുള്ളതല്ല, കേട്ടത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടതുപോലെ പ്രവർത്തിക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه أجمعين. وآخر دعوانا الحمد لله رب العالمين.